അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ വറുത്താണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം മതി. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 5-6 ചെറിയ ഉള്ളി, ഒരു 4 കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇതാ നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ ഫെന്നൽ സീഡ്സ്. മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര്, കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാല റെഡിയാണ്. ഇനി നമുക്കിത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ ഒരു മീനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീൻ ചെറിയ ചെറിയ പീസാക്കാം. നമ്മുടെ മസാല ഇതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പുറത്തെ വശത്തും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല തേച്ച് കൊടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കുറച്ച് മസാല ബാക്കിയുണ്ട്, അത് കളയരുത്, നമുക്ക് പിന്നെ യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ മീൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നമുക്കിനി അത് വറുത്തെടുക്കാം. പാത്രം ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടാകട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുവാണേ. തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു വശം ഫ്രൈ ആകുമ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തു. ഇനി ആ വശം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ തിരിച്ചിട്ട് 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ആ സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്കിത് തൽക്കാലത്തിന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ പൊടികളും കൂടെ മാറ്റി കൊടുക്കാം. അത് കളയരുത്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല മസാല, അതിട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മീൻ ഒന്നുകൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വെച്ച് കൊടുത്തു. ഇനി മസാല ഒന്നുകൂടി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി 2-3 മിനിറ്റ് കൂടി നമ്മുടെ മീനൊന്ന് തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം.
നമ്മുടെ മീൻ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞു വരട്ടെ. ഇപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് നിങ്ങളെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.